രാത്രിയിലെ പരിശുദ്ധാത്മാവിന്റെ പിന്മഴ എന്ന അദ്ഭുത പ്രാർത്ഥന, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കാനുള്ള ശക്തിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. മഹത്വത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശാന്തമായ നിശാവേളയിൽ എൻ്റെ ആത്മാവിൻ്റെ ഭാരങ്ങൾ നിന്റെ പാദങ്ങളിൽ ഏൽപ്പിച്ചുവെച്ച് നിന്നെ ആരാധിക്കുന്നു. അനേകം പരീക്ഷകളുടെ നടുവിലും എൻ്റെ വീണ്ടെടുക്കുകാരൻ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച യോബിനെ പോലെ, യോബ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും കർത്താവിനെ സ്തുതിച്ചു. താൻ നഷ്ടപ്പെട്ടതിലുപരി ഇരട്ടിയായി തിരികെ ലഭിച്ചതുപോലെ ഇന്ന് എനിക്കുകൂടി എൻ നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടമായ സമ്പത്ത്, ചിതറിപ്പോയ ബന്ധങ്ങൾക്കായി നിന്റെ മുമ്പാകെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പിന്മഴയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിപ്പിൻ. അപ്പോൾ കർത്താവ് മിന്നലുകൾ ഉണ്ടാക്കി അവർക്കെല്ലാം വയലിൽ പുല്ലുണ്ടാകുവാൻ മഴ കൊടുക്കും. സഖറിയ 10:1. ഈ അദ്ഭുതകരമായ വാഗ്ദത്തപ്രകാരം എൻ ജീവിതത്തിലെ വറ്റിപ്പോയ പ്രദേശങ്ങളിൽ ഇന്നത്തെ ഈ രാത്രിയിൽ ഒരാശീർവാദത്തിൻ്റെ മഴ പൊഴിയിക്കണമേ. ഞാൻ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ തിരികെ നൽകണമേ. എൻ പോരാട്ടങ്ങളുടെ നടുവിൽ ഒരു ദൈവീക മിന്നല് പോലെ നിന്റെ ശക്തി ഇന്ന് തന്നെ പ്രകടമാകട്ടെ. ഇനി ഇതു ലഭിക്കില്ല എന്ന് ഞാൻ വിട്ടുകളഞ്ഞ കാര്യങ്ങളൊക്കെയും ഇന്ന് അർദ്ധരാത്രിയിലെ തന്നെ എനിക്കായി നീ പുനഃസ്ഥാപിച്ചു എൻ മരുഭൂമിയെ ഒരു തോട്ടമാക്കി മാറ്റാൻ ആജ്ഞാപിക്കണമേ. അദ്ഭുതങ്ങളുടെ നായകനെ, എൻ അന്തർഗത കണ്ണീരുകളും ആർക്കും പറയാൻ കഴിയാത്ത ഹൃദയവേദനകളും നീ അറിയുന്നവനല്ലോ. ഈ പ്രാർത്ഥന എൻ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിനെയും ഓടിച്ചു മാറ്റുന്ന ഒരു മഹാവെളിച്ചമാകട്ടെ. ഇതാ, ഞാൻ നിന്നെ കൂർമ്മമായ പുതിയ തറയ്ക്കുന്ന യന്ത്രമാക്കി മാറ്റുന്നു. നീ മലകളെ ചവിട്ടി പൊടിയാക്കും, കുന്നുകളെ പാളി പോലെയാക്കും. യെശയ്യാ 41:15. ഈ ശക്തിയുള്ള വചനപ്രകാരം എൻ മുന്നേറ്റം തടയുന്ന കടബാധ്യതകളും മാറാത്ത രോഗങ്ങളും ശത്രുക്കളുടെ തന്ത്രങ്ങളും ഇന്ന് തന്നെ ഞാൻ തകർക്കുന്നതിനായി എനിക്ക് പുതിയ ബലം നൽകണമേ. യോബിന്റെ അവസാനം ആരംഭത്തേക്കാൾ മഹത്വമുള്ളതാക്കിയതുപോലെ എൻ ജീവിതത്തിലെ കയ്പുള്ള കഴിഞ്ഞ കാലത്തേക്കാൾ ഇന്ന് ആരംഭിക്കുന്ന ഈ രാത്രി വളരെ ആശീർവാദപൂർണമായ ഒരു തിരുമുറ്റമായി മാറട്ടെ. എൻ കുടുംബത്തിൽ സമാധാനവും, എൻ തൊഴിൽ ജീവിതത്തിൽ 100 മടങ്ങ് ലാഭവും, എൻ മക്കളുടെ ജീവിതത്തിൽ ഉന്നതമായ ഉയർച്ചയും ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിശ്ചിന്തയായി ഉറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ വീട്ടെല്ലാം ചുറ്റിപ്പിടിക്കട്ടെ. നാളെ പുലരുമ്പോൾ ഒരു മഹത്തായ അദ്ഭുതത്തിൻ്റെ വാർത്ത ഞാൻ കേൾക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ.